ഇന്ന് നമ്മൾ വാഗമൺ ട്രിപ്പാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങളുടേതായ കൂട്ടത്തിലൊരു കോർഡിനേറ്റർ നമ്മളെല്ലാവരുടെയും പേരൊക്കെ ഒന്ന് വിളിച്ച് നമ്മളെല്ലാവരും കയറിയിട്ടില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിച്ച് ഇതാ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 4:45 ആകുമ്പോഴത്തേക്കും ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗണിൽ കൂടെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും 4:05 സമയമാകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ബസ്സിൽ ആക്റ്റീവായി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബസ്സാണ് നമുക്ക് ട്രിപ്പിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല DJ-യും പുത്തൻ ബസ് ആയത് തന്നെ നല്ല സീറ്റിങ്ങും ലൈറ്റിങ്ങും ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ല ചൂട് കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ AC ഒക്കെ ഇട്ടിട്ടാണ് പോകണിരുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളി ബസ്സിൽ തന്നെയാണ് നമ്മൾ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നേരം വിളിക്കാറായപ്പോഴാണ് ഞങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഒതുങ്ങി ഇരുന്ന് റെസ്റ്റ് ചെയ്തത്. ഒരു 7:30 ഒക്കെ സമയം 8 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേക്കും നമ്മളൊരു സൈഡൊക്കെ ഒതുക്കി. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉള്ള മൂഡൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാ ഫുഡും നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് നമ്മൾ വെള്ളയപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ബസ്സുകാർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡൊക്കെ കണ്ട് ഒതുക്കി നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടിട്ടില്ല. ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ടീം എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. മെമ്പർമാരും സ്റ്റാഫുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കോപ്പറേറ്റ് ആയിട്ട് നമ്മുടെ സെക്രട്ടറിയാണ് കേട്ടോ. അത് സെക്രട്ടറി അത് നമ്മുടെ കൂടെ നന്നായി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി നമ്മൾ കളിച്ചെത്തി. അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു സ്ഥലത്ത് ബസ്സൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ വാഗമണിലേക്ക് പോകുന്ന എല്ലാ ഒരുവിധ ടീമുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല അടിപൊളിയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ, നല്ല മൗണ്ടൻ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് മെഡോസിലേക്കാണ്. നമ്മൾ മുട്ടക്കുന്നാണ്. അപ്പോൾ അവിടെ എൻട്രി ടൈമുണ്ട്. നമുക്ക് ഒരാൾക്ക് 15 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:45 വരെയാണ് സമയം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ അവിടെ പോയി അപ്പോൾ ഇത്ര നേരം കഴിഞ്ഞിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് പിന്നെ ഇതാണ് കേട്ടോ മുട്ടക്കുന്ന്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ മുട്ടക്കുന്നുകൾ പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പ് തോന്നും, പക്ഷേ അടുത്തെത്തുമ്പോൾ അവിടെയൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ കുറവ് പോലെ തോന്നും. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മളിതാ റീൽസ് എടുക്കാനായിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ ട്രയലൊക്കെ ചെയ്ത് കളിക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് മുട്ടക്കുന്നിൽ ഇത്രയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ നമ്മൾ പൈസ അടയ്ക്കണം. ഇതേപോലെ തന്നെ രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് സമയം. പിന്നെ നമ്മൾ വണ്ടിക്കും ചാർജ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരെയുണ്ട് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്താൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഓരോ അഡ്വഞ്ചർ പാർക്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള ബോർഡുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിത് ആകാശത്തെ കൂടെ ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ പേടിക്കൊന്നും വേണ്ട, കറക്റ്റ് പ്രൊട്ടക്ഷനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊച്ചിതാ സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് സമയം നമുക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തുള്ള ഭക്ഷണവും നമ്മൾ ക്യാരി ചെയ്തിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിട്ടോ. അതൊക്കെ ഈ ബസ്സുകാർ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാക്കേജ് തന്നെയാണ് ഈ ബസ്സുകാരുടെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായിരുന്നു. നമ്മൾ സ്വർണ്ണപാത്രത്തിലൊക്കെ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കണേ കേട്ടോ. അതൊരു പേപ്പർ പ്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നമ്മൾ ചിക്കൻ ബിരിയാണിയും സാലഡും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചു. പക്ഷേ അവിടെ എവിടെയും നമ്മൾ വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് നമ്മളതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് ഏരിയയിൽ നിന്ന് പോന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്തൊക്കെ അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കാനായിട്ട് ഇങ്ങനെ വഴി കൂടെ സഞ്ചരിച്ചപ്പോഴാണ് അവിടെ ഒരു റൈഡിൽ നമുക്ക് ഊഞ്ഞാലായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. അതിൽ 2 പേർക്കാണ് ഇരിക്കാൻ പറ്റുള്ളൂ. ഈ റൈഡിനും അതെ 250 രൂപയാണ് ചാർജ്. നമുക്ക് ഓരോ റൈഡിൽ കയറാനുള്ള പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അടച്ചിട്ട് വേണം ഇതിന് മുകളിലേക്ക് കയറാൻ. അപ്പോൾ ഇതിന് 250 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നിലേക്ക് 2 പേർക്കാണ് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നിലേക്ക് അവർ മാക്സിമം അത് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൈഡിൻ്റെ അഡ്വഞ്ചർ എന്താണെന്നൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ, എങ്ങനെയുണ്ട് ഈ അഡ്വഞ്ചർ റൈഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. ഒരു മാക്സിമം ബാക്കിലേക്ക് വലിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരൊറ്റ വിടല. പക്ഷെ എൻ്റെ അമ്മോ, ആകാശത്തേക്ക് എത്തി അവർ 2 പേരും. ശരിക്കും കണ്ടു നിന്നാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ വാഗമണിലേക്ക് വന്നത് തന്നെ
ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ തന്നെയാണ് നമ്മളെല്ലാവർക്കും വെയിറ്റിങ്. പക്ഷേ ആ ഗ്ലാസ് ബ്രിഡ്ജിന് കുറച്ച് ആൾക്കാരൊക്കെ അറ്റ് എ ടൈം കയറാൻ പറ്റുന്നതുകൊണ്ട് ബുക്കിംഗ് ഫുള്ളി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പറ്റില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നിന്നോളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ കാണാൻ പോയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് സൈക്കിളിൽ ഇങ്ങനെ പെയറായിട്ടും ചവിട്ടാം. അതൊരു അങ്കിൾ ആൻറ്റി ആയിരുന്നു തോന്നുന്നുണ്ട്. അത് വെച്ചാൽ വൺ കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ അവർ നല്ല ടെൻഷനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്കിൾ ഫ്രണ്ടിലോട്ട് ചവിട്ടുന്നു, ആൻറ്റി പിന്നിലോട്ട് ചവിട്ടുന്നു. അതുകൊണ്ട് വണ്ടി ആകെ സ്റ്റെക്കായി. പിന്നെ അതിൻ്റെ ടെക്നീഷ്യന്മാരൊക്കെ വന്നിട്ടാണ് ഇവിടെ സൈക്കിൾ ഒന്ന് ആ അറ്റത്തേക്കൊന്ന് എത്തിച്ച് അവരൊന്ന് ഇറക്കാനായിട്ട് സാധിച്ചത്. നല്ല എന്താ പറയുക, അവർക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ അതിൻ്റെ ടീം മെമ്പേഴ്സ് കൂടെ ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ അഡ്വഞ്ചർ പാർക്കിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വാഗമൺത്തെ മെയിൻ സ്ഥലമാണല്ലോ ഈ പൈൻ ഫോറസ്റ്റ്. ഞാൻ പണ്ട് വന്ന പോലെയല്ല. അപ്പോൾ പൈൻ ഫോറസ്റ്റിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയി. നമ്മൾ അവിടെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്ര 3 സ്ഥലത്തേക്കാണ് വാഗമണിൽ നമുക്ക് 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈവനിങ്ങൊക്കെ ആയി നമ്മളെല്ലാവരും ബസ്സിൽ കയറി. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മളെല്ലാവരും 1 ഡേ ട്രിപ്പാണ് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും പാട്ടൊക്കെ പാടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടിയൊക്കെ ഒരു വിധമൊക്കെ എത്തിയപ്പോൾ നമുക്ക് നൈറ്റായി. നൈറ്റ് ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ 1 ഡേ ട്രിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും.